പശ്ചിമേഷ്യയിലെ ഗസയിൽ പട്ടിണി മൂലം 10 പേർ കൂടി മരിച്ചു എന്ന വാർത്ത. പട്ടിണി മരണം 110 എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഗസയിൽ ആയിരങ്ങൾ പട്ടിണി മൂലം മരിക്കാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഹായ്. ഇന്നലെ പി ജെയിംസിനെ ഞാൻ ആലപ്പുഴയിൽ കണ്ടു, ലൈവിലൊക്കെ കണ്ടു. 24-ന് വേണ്ടി അദ്ദേഹത്തിന്റെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതൊക്കെ കണ്ടു. വലിയ ഇടിയും ബഹളമൊക്കെ ആയിരുന്നു. എസ്കെൻ ഒന്ന് വലിയൊരു ഇതാണ് ലോകത്തിൽ എന്താ പറയുക, ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കമ്മ്യൂണിസ്റ്റിൻ്റെ അവസാന യാത്രയിൽ പങ്കാളിയാവാൻ ലഭിച്ചതൊരു വലിയൊരു ഇത് തന്നെയാണ്. അദ്ദേഹമായിട്ട് പത്രപ്രവർത്തന ലോകത്ത് ഉണ്ടായിരുന്ന, തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് അടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ പേരിൽ അല്പം വൈകാരികമായിട്ട് തന്നെ തോന്നി ഈ ആദരാഞ്ജലി അർപ്പിച്ച സമയത്ത്. അതിനേക്കാൾ നമ്മളെയൊക്കെ അമ്പരപ്പിച്ചത് ആലപ്പുഴയിലെ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ VSA കണ്ണേ കരളെ VSA എന്നുള്ള വിളിയുമായിട്ട് അവർക്ക് ഒന്നും ഇതില്ല. മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് 8-9 കിലോമീറ്ററാണ് ജനം നിൽക്കുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരു നേതാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു വൈകാരികമായ യാത്രയപ്പാണ് ആലപ്പുഴയിൽ നേരിട്ട് കാണാൻ സാധിച്ചത്. ഞങ്ങളൊക്കെ പുലർച്ചെയാണ് ഇവിടെ എത്തിയത്. അതുവരെ എന്താ പറയുക, ജനം അങ്ങനെ ഇളകുകയായിരുന്നു. മഴയൊന്നും അവർക്ക് ഇതല്ലായിരുന്നു. ആ തരത്തിൽ മഴയിനൊക്കെ അവഗണിച്ചുകൊണ്ട് വലിയ മഴ, പക്ഷേ അതിനൊക്കെ വെച്ചുകൊണ്ട് സ്നേഹമഴയായി ജനങ്ങൾ പെയ്തിറങ്ങുകയായിരുന്നു. എസ്കെൻ, ഇനിയിപ്പോൾ നമ്മൾ ഗസയിലെ കാര്യത്തിലേക്ക് വന്നാൽ എസ്കെൻ, ഒരുപക്ഷെ നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുക മാത്രമല്ല ധാർമ്മികമായി രോക്ഷത്തിലാക്കുന്ന വലിയ സംഭവങ്ങളാണ് ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടിണി മരണം അവിടെ നടക്കാറുണ്ട്, പക്ഷേ ഇതുപോലെ കൂട്ടത്തോടെ ആൾക്കാർ മരിച്ചു വീഴുന്നത് ഒരു പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ, 21 മാസത്തെ യുദ്ധത്തിനിടയിൽ ആദ്യമായിട്ടാണ്. ഒരു തരത്തിലും ഭക്ഷണം കിട്ടാനില്ല. അവരുടെയൊക്കെ കോലങ്ങൾ വിഷ്വലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ട സഹിക്കത്തില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ 4 ആഴ്ചയ്ക്കുള്ളിൽ ഭക്ഷണത്തിന് ക്യൂ നിന്നവർ വെടിയേറ്റ് മരിച്ചത് മാത്രം തന്നെ 1200ഓളം പേരാണ്. അപ്പോൾ അത് തന്നെ കേൾക്കും. കാരണം വെടിയേറ്റ് മരിക്കുമെന്നറിയാം, എന്നിട്ടും ക്യൂവിൽ പോയി നിൽക്കുകയും അവർ ഈ ഇസ്രായേലി സൈന്യവും US കരാറുകാരും വെടിവെച്ച് കൊലപ്പെടുത്തിയാണ്. ഇപ്പോഴും ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇരമ്പിയാർക്കുകയാണ്. 30ഓളം പേർ ഈ മണിക്കൂറുകളിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ 59,300-ലെത്തി നിൽക്കുന്നു. 60,000-ലേക്ക് നീങ്ങുകയാണ്. ഈ ഓരോ സംഖ്യയും ഓരോ മനുഷ്യ ജീവനാണെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത തരത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന WHO അതിൻ്റെ തലവൻ ആ സംഘടന മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളിത് ഏറ്റെടുക്കാം. ആൾക്കാരിങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാർ പട്ടിണി മൂലം മരിക്കും. അവിടെ കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമ്മമാർ കേഴുകയാണ്, നിങ്ങൾ ഭക്ഷണം തരൂ, കുഞ്ഞുങ്ങളെ കൊല്ലല്ലേ. പക്ഷെ കുഞ്ഞുങ്ങൾ, 100 കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ അതിനെതിരെ അതിശക്തമായിട്ട് ലോകാരോഗ്യ സംഘടന മാത്രമല്ല, ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓക്സ്ഫാം പോലെയുള്ള ചിൽഡ്രൻസിൻ്റെ സംഘടനകളടക്കം 109 ലോക സംഘടനകളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് മനുഷ്യക്കുരുതിയാണ്, നരനായാട്ടാണ് എന്ന രീതിയിൽ ചെയ്യാൻ നോക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും കാനഡയും ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ, അമേരിക്ക ഒഴികെ എല്ലാവരും രംഗത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ ജനങ്ങളെ കൊലപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതിനിടയിൽ ഹൂതികളുടെ ആക്രമണം ഇസ്രായേലിലേക്ക് നടക്കുന്നുണ്ട്. അവർ ബാലിസ്റ്റിക് മിസൈൽ യമനിൽ നിന്ന് അയച്ചു, തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇറാൻ അതിനിടയ്ക്ക് ഒരു ഇതും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ പിന്തുണയോടെയാണ് ഹമാസും ഹെസ്ബുള്ളയും ഹൂതികളൊക്കെ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുന്നത്. ഒരു കാര്യം മാത്രം എസ്കെൻ, ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന്, ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറിയെങ്കിലും ഞങ്ങൾ ആണവ ആയുധം ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്നുള്ള രീതിയിൽ ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട് എസ്കെൻ.